ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമുക്കറിയാം, ഇത് ബ്രസ എന്ന് പറഞ്ഞ വണ്ടിയുടെ ഏറ്റവും പുതിയ ബ്രസയല്ല, തൊട്ട് മുന്നത്തെ മോഡൽ ബ്രസയാണ്. ഈ ബ്രസയിൽ കമ്പനി വരുന്ന ഒരു സ്റ്റീരിയോ നമ്മൾ മാറ്റിയിട്ട് 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് അല്ല, 11.8 ഒരു ഡയമണ്ട് 2K എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഫിറ്റ് ചെയ്യണം. ഇതിൽ ഓൾറെഡി ഡിസ്പ്ലേ ഉള്ള ഒരു സെറ്റാണ്. നിങ്ങൾക്ക് സെറ്റ് കാണുമ്പോൾ തന്നെ അറിയാം, എൻ്റെ പാനൽ കാണുമ്പോൾ അറിയാം, പഴയ ബ്രസയിൽ വരുന്ന ഒരു സെറ്റാണ്. ആ സെറ്റ് മാറ്റിയിട്ടാണ് നമ്മൾ ഒരു നല്ലൊരു സ്റ്റീരിയോ ക്യാമറ ഇതിൽ വരുന്നുണ്ട്. ഈ ക്യാമറയാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്പനിയിൽ വെച്ചിട്ടുള്ള ക്യാമറ, ആ സെറ്റിൽ വെച്ചിട്ടുള്ള ക്യാമറ മാറ്റിയിട്ട് 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11.8 ഇതിൻ്റെ സൈസ് വരുന്നത്. ഡയമണ്ട് 2K. ഇതിൽ തന്നെ ഇതിൻ്റെ കുറഞ്ഞ സൈസിലുള്ള സെറ്റുകൾ വരുന്നുണ്ട്, ഒറ്റ നോട്ടത്തിൽ അറിയില്ല. 10.2 അങ്ങനെ, പിന്നെ ഒരു 9.7 അങ്ങനെ 2-3 അളവിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതിൻ്റെ വിലയ്ക്കും ചോദിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. കടക്കാരൻ ചിലപ്പോൾ കുറവിൻ്റെ എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റില്ല, എന്ന് വെച്ചാൽ സൈസ് കുറഞ്ഞതിൻ്റെ റേറ്റ് ഒക്കെ ആയിരിക്കും പറയാം. അപ്പോൾ ഇത് 11.8 ആണ്, 11.8. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. അതുമാത്രം ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമ്മളൊരു പാനലിൽ ഇത് വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ ഡാഷ്ബോർഡും ഇതിൻ്റെ ഫിറ്റ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഷോ ആയിരിക്കും. ഇതിൻ്റെ 2 കൺട്രോൾ, ആ ലെഫ്റ്റിലും റൈറ്റിലും കാണുന്ന ഓരോ കൺട്രോളുണ്ട്. ആ കൺട്രോളും ഒരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഡയമണ്ട് 2K എന്ന് പറഞ്ഞൊരു സ്റ്റീരിയോ ആണ് നമ്മളിലേക്ക് ആഡ് ചെയ്യണത്. ഈ ഡയമണ്ട് 2K വെക്കുമ്പോഴും നമുക്ക് ഇതിൻ്റെ കമ്പനി വരുന്ന പാനൽ മാറ്റിയിട്ട് വേറൊരു പാനൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യണം. ഇനിയിപ്പോൾ ഡയമണ്ട് 2K ആയാലും അതല്ലെങ്കിൽ ഏത് ആൻഡ്രോയിഡ് സിസ്റ്റം ആയാലും നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത്. അതിൻ്റെ വയറിങ് വരുന്നത് ആ ബ്ലൂ കളറിൽ കാണുന്ന വയറാണ് അതിൻ്റെ കപ്ലർ. ആ വരുന്ന കപ്ലറിലേക്ക് അതിൽ വരുന്നത് മെയിൽ കപ്ലറാണ്. അതിലേക്ക് ഒരു ഫീമെയിൽ കപ്ലർ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കണക്ഷൻ ഫുള്ള് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വയർ കട്ടിങ് ഇല്ല എന്നുള്ളതൊരു മെയിൻ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഏത് വെക്കായാലും നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ പെയർ ചെയ്യാം. അതിനൊന്നും യാതൊരു വക ബുദ്ധിമുട്ടും നമുക്ക് വരുന്നില്ല. പിന്നെ ഇതിൽ നമുക്ക് ഇതിൽ വരുന്ന സ്പീക്കേഴ്സ് എന്ന് വെച്ചാൽ 4 ഡോറിലും വരുന്ന സ്പീക്കേഴ്സിലേക്ക് തന്നെ നമുക്ക് ഈ ഡയമണ്ട് 2K സെറ്റ് നേരിട്ട് ആഡ് ചെയ്യുകയും ചെയ്യാം. അതിന് വേറെ ആമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും വേണ്ട. നല്ല പവറുള്ളൊരു സ്റ്റീരിയോ ആണ് ഡയമണ്ട് 2K എന്ന് പറഞ്ഞ ഈ മോഡലിൽ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് വരുന്നത്. കറക്റ്റായിട്ട് ആ പാനലിൽ നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു പാനൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്കിൽ നമുക്ക് ഊരിയെടുത്ത് AC വെൻ്റ് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് അതിൻ്റെ AC വെൻറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ ഫുള്ള് ഫിറ്റിങ്സ് കഴിഞ്ഞു. അതിൻ്റെ മുകളിലത്തെ പാനലിന്മേ അതിൻ്റെ സ്ക്രീനിന്മേ ഒരു ഗാർഡ് പോലെ ഒരു ഇതുണ്ടായിരുന്നു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അതും നമ്മൾ പൊളിച്ച് കളഞ്ഞു. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റീരിയോ ആണ്. അത്യാവശ്യം ഇതിൻ്റെ ആമ്പ് പവർ ഉള്ളതാണ്. സാധാരണ നമുക്ക് വരുന്ന ആൻഡ്രോയിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ആൻഡ്രോയിഡ് സിസ്റ്റത്തിന് ആമ്പ് പവർ കുറവായിരിക്കും. ഇത് നല്ല പവർ ഉള്ളൊരു ആമ്പാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഡാഷ്ബോർഡുമേക്ക് നല്ല ഷോ ആയിട്ടുണ്ട്. പിന്നെ AC വെന്റുമേക്ക് വലിയ തടസ്സം നമുക്ക് വരുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പൂർണ്ണമായിട്ട് മുകളിലേക്ക് കവർ ചെയ്ത് നിൽക്കുന്നില്ല. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ ക്യാമറ നമുക്ക് വരുന്ന വണ്ടിയിലുള്ള ഏത് ക്യാമറയിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഡാഷ്ബോർഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയർ കട്ടിങ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. വയർ കട്ടിങ് ഇല്ലാണ്ട് നമുക്ക് എല്ലാ ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്ക് ഏത് വണ്ടിയിലേക്കും വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. അതിലേക്കുള്ള കപ്ലറുകളൊക്കെ നമുക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിലോ കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഈ ഡയമണ്ട് 2K എന്ന് പറഞ്ഞ മോഡല് ഇപ്പം ഇറങ്ങിയിട്ടുള്ള, ശരിക്കും ഇത് ഇറങ്ങിയിട്ട് ഒരു 6-7 മാസത്തോളം ആയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതേ ഷേപ്പിൽ തന്നെ ഇതിൻ്റെ സൈസ് കുറഞ്ഞ സെറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ സാധനത്തിൻ്റെ റേറ്റ് ഒക്കെ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സൈസും കൂടി ചോദിച്ചിട്ട് വേണം റേറ്റ് ചോദിക്കാൻ. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കബളിപ്പിക്കപ്പെടും. നമ്മൾ ചോദിക്കും ആൻഡ്രോയിഡ് 2K സെറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ആ കടക്കാരൻ പറയും ആൻഡ്രോയിഡ് 2K സെറ്റ് ഉണ്ടെന്നും പറയും, പക്ഷെ സൈസ് കുറവായിരിക്കും. ഇതാണ് അതിൽ ബിഗ് സൈസ് വരുന്നത്.
അപ്പോൾ ഇതേപോലത്തെ നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഡയമണ്ട് 2Kയുടെ ഒരു വീഡിയോ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇടുന്നത്. നമ്മുടെ വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടത് ഇപ്പോഴാണ്. നമുക്ക് ഇടയിൽ തിരക്കുള്ള നേരത്ത് പല വണ്ടികളിലും വീഡിയോ എടുക്കാൻ പറ്റാറില്ല. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിലൊരു ക്യാമറ ഉണ്ട്. ആ ക്യാമറ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ക്യാമറ അല്ല നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ വരുന്ന ക്യാമറ HD ക്യാമറയാണ്, HD അല്ല. ഇപ്പോൾ നമ്മളൊരു HD ക്യാമറയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ബമ്പർമ ഹോൾ അടിച്ചിട്ട് HD ക്യാമറ നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അതും കൂടി ഒന്ന് കാണാം. അത് മാത്രമല്ല, കണ്ട ശരിക്കും ഇതേ ബമ്പറിൽ സെൻറ്ററിൽ ഒരു HD ക്യാമറ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.